ഒപ്പിച്ച് അങ്ങനെ അള്ളേൻ്റെ ഇടയിൽ പിടിച്ചിട്ടുണ്ട്. ഇച്ചിരി പാടാ പിടിക്കാൻ. വേണ്ട പാടത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം പരല സക്കറത്തിലൊക്കെ ഇടാൻ പറ്റിയൊരു മീന. സക്കറ എന്ന് പറയും. ഇപ്പം കിട്ടിയില്ല. നമ്മൾ പാടത്തിൻ്റെ സൈഡിൽ കൂടെ പോവുക. നല്ല വെളുപ്പിനെ വന്നിട്ടുണ്ട്. അപ്പം ഈ പാടമൊക്കെ ഇപ്പം വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി ഇപ്പം ചാല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിരിക്കുക. നമ്മുടെ പ്രിൻസ് ചേട്ടൻ്റെ ബേബി ചേട്ടൻ്റെ ഒക്കെ വീഡിയോ എടുക്കാൻ വന്നിരിക്കുക. അപ്പോൾ അവരെ നമ്മൾ ഇന്നലെ റോഡെ വെച്ച് കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് വണ്ടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വല വെച്ച് മീൻ പിടിക്കുന്ന ആൾക്കാരുടെ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ പ്രിൻസ് ചേട്ടനെയൊക്കെ നമ്മൾ ഈയിടക്ക് കണ്ടായിരുന്നു. അവർ അത്യാവശ്യം ഒരു കാലം നിറച്ച് മീനുമായിട്ട് പോകുമായിരുന്നു. അപ്പോൾ അവരെൻ്റെ ഒക്കെ പറഞ്ഞാൽ നാളെ ഇവിടെ വന്ന് വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു. അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു മീൻ പിടുത്തമായിരിക്കും. അപ്പോൾ ഉൾനാടൻ മീൻ പിടുത്തത്തിൻ്റെ വീഡിയോ എടുക്കാൻ വന്നിരിക്കും നമ്മളൊന്നും കൂടെ. ഇപ്പോൾ 2-3 ചേട്ടന്മാർ താണ്ട് അവിടെ നിന്ന് വീശുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് നടന്നു നോക്കാം. എനിക്ക് തോന്നുന്നു മോട്ടറിന് അങ്ങ് അറ്റത്താണ് തോന്നുന്നു. അപ്പോൾ നമ്മുടെ സൂര്യനൊക്കെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വന്നിരിക്കുക. നമ്മുടെ പ്രിൻസ് ചേട്ടനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ചാല് ഫുള്ള് ആൾക്കാരിൽ നിന്ന് വല വീശുക. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ വല്ലവരും വീശുമല്ലോ മീൻ പിടിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അങ്ങേ അറ്റത്തൊക്കെ ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോട്ടറിൻ്റെ ഭാഗത്താണ്ട് അവർ നിൽപ്പുണ്ടെന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഇൻട്രോ എടുക്കാം. കിട്ടിയോ? ആണോ? വീശുമല്ലേ? അതിവിടെ 2-3 ചേട്ടന്മാർ ഇന്ന് വീശുന്നുണ്ട്. അവിടെയൊക്കെ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഒരു ചേട്ടനോട് വീശിയിട്ടിട്ടുണ്ട്. നേരത്തെ തന്നെ കിട്ടിയായിരുന്നു. തിലോപ്പിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ടൊക്കെ മാറിയൊക്കെ ഒരുപാട് ചേട്ടന്മാർ ഇന്ന് വീശുന്നുണ്ട്. നമ്മൾ ഫൈനലി ബേബി ചേട്ടനെയും പ്രിൻസ് ചേട്ടനെയും കണ്ടിട്ടുണ്ട്. നമ്മൾ അങ്ങേ അറ്റത്ത് നടന്നത് ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചാലിലാണ് അവർ വെക്കുന്നത്. അവിടെ മൊത്തം ആൾക്കാർ വല വീശുക. അപ്പോൾ അവിടെ അവർക്ക് ഒരുപാട് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബേബി ചേട്ടൻ നമ്മുടെ പഴയ ചാനലിലൊക്കെ ഉള്ള പ്രിൻസ് ചേട്ടനും ബേബി ചേട്ടനൊക്കെ ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ വീഡിയോ കാണുന്നവർക്കറിയാം ഇവരുടെ മീൻ പിടുത്തം. ഈ കുത്തുവല വെച്ചുള്ള മീൻ പിടുത്തം എന്ന് വെച്ചാൽ ഒതുക്കുവല എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് അവിടെ ഇപ്പോൾ ഉണ്ട്. കാണിച്ചത്. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പ്രിൻസ് ചേട്ടൻ്റെയും ബേബി ചേട്ടൻ്റെയൊക്കെ വീഡിയോ എടുക്കാനായിട്ട് വന്നിരിക്കുക. ബേബി ചേട്ടൻ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. പ്രിൻസ് ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം. പ്രിൻസ് ചേട്ടാ വല്ലതും കിട്ടി? എപ്പം വന്നു നിങ്ങൾ? 6 മണിക്ക് വന്നേ. അപ്പോൾ അവരിത് ഇവിടെ വല സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിവിടെയും വല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഒരു വല സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് തപ്പിയൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് നമ്മുടെ പഴയ ചേട്ടനല്ലേ അന്ന് പറ്റുക? അതെ ഓശിച്ചേട്ടൻ. നമ്മുടെയൊക്കെ നിന്ന് മീൻ പിടിക്കുന്നത് അതാരാ? അത് വല വെച്ച് പിടിക്കണം. എല്ലാം വലക്കാരാ. ആണോ? എത്ര ടീമുണ്ടോ? 6 പേരുണ്ട്. ആണോ? അപ്പം അവര് തപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കോശി ചേട്ടൻ ഒരു സിലോപ്പിനെ തപ്പി പിടിച്ചിട്ടുണ്ട്. പോയല്ലേ? ആ വലക്കറുത് അടുത്തതിനെ തപ്പി പിടിച്ചിട്ടുണ്ട് സിലോപ്പി. അപ്പോൾ എന്നാണ്ട് ഓപ്പോസിറ്റ് വല വെച്ചിട്ടുണ്ട്. ആ വലയിൽ പരിപാടി. നിങ്ങൾ അങ്ങനെ തപ്പി വരുവാണോ? അങ്ങനെയാണോ വല വെച്ചത്? അപ്പോൾ ഇവരിത് അങ്ങനെ ഇങ്ങനെ വെള്ളം ഓടിച്ചു നിന്നിട്ടാണ് ഇങ്ങനെ ഒരു സൈഡ് വല പിന്നെ ഈ സൈഡും വല വെക്കുന്നത്. അപ്പോൾ ഇതൊരു ചാലായി ഉണ്ടോ? അടുത്ത മീനെ തപ്പി പിടിച്ചിട്ടുണ്ട്. അപ്പം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അല്ലേ? നമ്മുടെ പ്രിൻസ് ചേട്ടനെ തപ്പി പിടിച്ചിട്ടുണ്ട് സിലോപ്പിനെ. ഉണ്ടോ? അടുത്തത് വലയുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. വല ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട. എനിക്ക് നോക്കിയാൽ കാണാന്നേ ഉള്ളൂ.
അപ്പോൾ ആദ്യത്തെ വലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. വല അത് പൊക്കി മേളിലോട്ട് ഇടുക. അപ്പോൾ വലയൊക്കെ അവർ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അങ്ങനെ ചാലിന്നാണ് വരുന്നത്. നിങ്ങൾ അവിടെ നിന്നാണോ വരുന്നത്? നിങ്ങളാണോ വണ്ടി ഇരിക്കുന്നത്? അവിടെ ഒരുപാട് പേർ വണ്ടി ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ അവരവിടെ വല സെറ്റ് ചെയ്തിട്ട് അടുത്ത വലയുടെ അങ്ങോട്ട് ഇങ്ങനെ വെള്ളം തല്ലിപ്പോവും. വെള്ളം തല്ലിപ്പോകുന്ന കാരണം എന്ന് പറഞ്ഞാൽ മീൻ ആ വെള്ളത്തിൻ്റെ ഇത് കേട്ട് മീൻ ആ വലയിലോട്ട് ഓടിക്കയറും. പിന്നെ വലുതായിട്ട് തിരിച്ചു വരത്തില്ല. ഇവിടെ ഈ വെള്ളത്തിൻ്റെ ഓളവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെയുള്ളൊരു മീൻ പിടുത്തം വരും. ഉൾനാടൻ മീൻ പിടുത്തം വരും, പണ്ടത്തെ ട്രഡീഷണൽ ഫിഷിങ്. അപ്പോൾ നമ്മുടെ വലയുടെ അടുത്തോട്ട് നമ്മൾ പ്രിൻസ് ചേട്ടനും എന്തുവാ കോശി ചേട്ടൻ്റെ കൂടെ പോവുക. ഇവരുടെ മീൻ പിടുത്തം ഞാൻ പണ്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണാത്തവരാണ് ഒന്ന് കയറി കണ്ടു പോകുക. ഇതേ മീൻ കുറവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാൽ മതി. വലിയ ചേർമീനെയൊക്കെ പിടിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്, വലിയ വരാലിനെയൊക്കെ തപ്പിപ്പിടിക്കുന്നത് ഇത്രയും വെള്ളത്തിൽ. അപ്പോൾ അവർ വലയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇനി വല പൊക്കിയെടുക്കും. നമ്മൾ വല സൈഡിലേക്ക് വരുമ്പോഴാണ് എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്ക് കാണാൻ പോകുന്നത്. നമുക്ക് നോക്കാമല്ലോ. വല ഇങ്ങോട്ട് എടുക്കുക. എവിടെ പോയാലും കാണുന്നൊരു സാധനം സക്കര. ഞാൻ കാണിച്ചുതരാം. അക്വറത്തിലൊക്കെ ഇടാൻ പറ്റിയൊരു മീന സക്കർ എന്ന് പറയും. വലയൊക്കെ ഇട്ടിടണ്ട. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പറയുക സക്കർ. ഇവനിങ്ങോട്ട് വിട്ടാലോ പാടത്തോട്ട്. പാടത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതേ പോകും കുറുവ. ചവിട്ടുമല്ലേ നമ്മുടെ രണ്ടാമത്തെ വല അവർ വലിച്ചെടുക്കുക. അപ്പോൾ ഈ വലയിലായിരിക്കും ഒരു പ്രതീക്ഷ മീൻ വല ഉണ്ടോന്ന്. അതെ, മീനൊക്കെ പിടക്കുന്നുണ്ട്. കുറുവൊക്കെ ഉണ്ട്. കുറുവാപ്പലല്ലേ പിടക്കണ മീന് അപ്പുറത്തൊന്നുമില്ല. സക്കർ വീണ്ടും സക്കർ. സക്കറിൻ്റെ ഇതാണ് തോന്നുന്നു. സക്കറിൻ്റെ ഇതാണ് തോന്നുന്നു. അവിടെ ഉണ്ട് സക്കർ. സിലോപ്പി ഉണ്ട് ഇതിനകത്ത്. വരാലുണ്ട്. ഏടക്കും സക്കർ വേണ്ട. വല ഒരു നശിപ്പിക്കുന്ന ഒരു സാധനം കണ്ട. അപ്പോൾ ഇവനെ നമുക്ക് ഇങ്ങോട്ട് വിട്ടേക്കാം. പിന്നെ കിടക്കുന്നൊക്കെ സിലോപ്പിയത് വേണ്ട. താ കിടക്കുന്നത് സക്കർ. സക്കറിനൊക്കെ നമുക്കിത് ഇങ്ങോട്ട് വിട്ടേക്കാം. അവിടെ ഒരു വരാലുണ്ട്. വരാലാ വലയുടെ അടിക്കുന്നതാണോ? വേണ്ട, ഒരു വരാലുണ്ട്. പള്ളത്തി കണ്ട ഇച്ചിരി വലിയൊരു വള്ളത്തി ഇത്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇല്ലേ ഇതാ കിടക്കുന്ന ഒരു സക്കർ. അത് ഞാൻ ഇട്ടെടുത്തിട്ട് ഇതിനെല്ലാം കളയാണ്. ഇത് വലുതാകുമ്പോഴത്തേനും അപ്പം നമ്മൾ ചെറുതിനൊക്കെ കാലം ഇങ്ങോട്ട് വെക്കാം. അത് ഈ ചെറുതിയ മീനെയൊക്കെ അവന്മാർ കളയാൻ പോയി. ഇതിനോട് തന്നെ കളയാണ്. അത് വളർന്ന് വലുതാകുമ്പോൾ പിടിക്കും. അപ്പം ഇവിടെ വല വെച്ചിട്ട് കിട്ടിയ മീനെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇവിടെ വല വെച്ചിട്ട് കിട്ടിയ മീനാണ് ഈ കാണുന്നത്. കണ്ട, ഒരു വരാല് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ സിലോപ്പി. ഇതിവിടെ ഒരു 3-4 ചേട്ടന്മാർ വല വെക്കുന്നുണ്ട്. ഇത് കണ്ട, അവരാദ്യമേ വന്ന് വല സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളെന്ന് പറഞ്ഞു. അവിടെ വല വെച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ 2-3 പേര് വല വെക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യമേ അങ്ങോട്ട് കുറച്ച് മീൻ കിട്ടിയെന്ന് പറയും. അപ്പോൾ നമുക്ക് നോക്കാം.
വള്ളത്തെയും വയമ്പും സിലോക്കും ഒക്കെ ഉണ്ട്. ഇത് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് കണ്ട വരാലുണ്ട്. ഇതെല്ലാം വള്ളത്തിയ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇവിടെ 1 2 3 4 5 6 7 ചേട്ടന്മാരുണ്ട്. ഇവിടെയൊക്കെ നല്ല ചെള്ളയേ. ഇത് കണ്ട. എടാ പേരെന്തുവാ? ചേട്ടാ ചേട്ടൻ്റെ പേരെന്തുവാ? അശോകൻ എന്നാണ് ചേട്ടൻ്റെ പേര്. പിന്നെ ഇവിടെ 2 3 ചേട്ടന്മാരും ഉണ്ട്. നിങ്ങളുള്ള ചമ്പക്കുളത്തുള്ള ടീമുകളാണ്. അപ്പോൾ ഇവിടെ 2 3 ചേട്ടന്മാരുണ്ട്. ചേട്ടൻ്റെ പേരെന്തുവാ? സന്തോഷ്. അപ്പോൾ ഇവിടെ ഒരുപാട് ചേട്ടന്മാർ പോകുന്നുണ്ട്. മലയൊക്കെ നേരത്തെ സെറ്റ് ചെയ്താണ് ഇങ്ങനെ വലിച്ചോണ്ട് പോകണം. ഇടയ്ക്ക് തപ്പിയൊക്കെ പിടിക്കുന്നുണ്ട്. ഇത് തപ്പി പിടിച്ചാണ്. ഇത് തപ്പി പിടിച്ചാണ് കാണുന്നത്. ചേട്ടൻ ഇതടി മീനുണ്ട്. ഈ കല്ലിനടി എൻ്റെ വീട് ഇവിടെ കാക്കാട്. ഒരു വല ഇങ്ങനെ വലിച്ചത് മറ്റേ ഓപ്പോസിറ്റ് ഒരു വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വലയുടെ അടുത്തോട്ട് ഇങ്ങനെ പയ്യെ പയ്യെ കൊണ്ടുപോകും. ഒരു ചേട്ടൻ്റെ അങ്ങേ അറ്റത്ത് വലയാട്ടി പോകുന്നുണ്ട്. നേരത്തെ നിങ്ങൾ വല വെച്ചായിരുന്നു ചേട്ടാ? അതിൻ്റെയാണോ മീൻ അവിടെ കിടക്കുന്നത്? അപ്പോൾ നേരത്തെ ഇവർ വല വെച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ മീനാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വലയിൽ നോക്കാം എന്തെങ്കിലും കിട്ടുമോ ഇല്ലയോ എന്ന്. ഇവിടെ ഒരു ചേട്ടൻ തപ്പിയൊക്കെ പിടിക്കുന്നുണ്ട്. ഈ കല്ലിൻ്റെ ഇടക്ക് ഹോളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടക്കൊക്കെ മീൻ കയറി ഇരിപ്പുണ്ട്. ഒരു ചേട്ടൻ അപ്പുറത്ത് നിന്ന് പുല്ലും കാര്യങ്ങളൊക്കെ മേളിലേക്ക് വലിച്ചിടുക. ഇത് കഷ്ടപ്പെട്ടുള്ളൊരു മീൻ പിടുത്തം. എനിക്ക് കണ്ടാൽ എനിക്ക് മനസ്സിലാകത്തില്ല. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അറിയത്തുള്ളൂ. വീഡിയോ എടുക്കാൻ വന്നാൽ ഞാൻ തന്നെ ആ ചെല്ലയെ കൂടെ അങ്ങനെ നടന്നാ വരുന്നത്. ചേട്ടാ ഇവിടെ ഒരു ഇതുണ്ട് ചേട്ടാ, പോവുണ്ട്. അപ്പോൾ ഇവർ വല ഈ സൈഡിൽ കൂടെ കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൂടെ മീനും കാര്യങ്ങളൊക്കെ പോകും. ഇത്രയും പേര് കഷ്ടപ്പെട്ടുള്ളൊരു മീൻ പിടുത്തോ. അപ്പം അതിനുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടും അല്ലേ? ഇവിടെ ഒരു ചേട്ടൻ മുങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിൽ കല്ലിൻ്റെ അടിയിൽ മീനുണ്ട്. അതേ പൊങ്ങുകയാണ്. ഇതിൻ്റെ ഇടക്ക് അങ്ങാണ്ട് ഹോളുണ്ടല്ലേ, അതിൻ്റെ ഇടക്കാണ് മീൻ. അത് പിടിക്കാൻ ഇച്ചിരി പാടാ. ഇവിടെ മുങ്ങിയിട്ടുണ്ട്, പിന്നെ മുങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇടക്ക് മീനുണ്ട്, ഈ കല്ലിന്റെ ഇടക്ക്. അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി പോവല്ലേ പതുക്കെ വരാനുള്ളേ. ഇവിടെ ഈ കല്ല് ഇടിഞ്ഞ് അവിടെ ഇച്ചിരി ഉണ്ട്. ഇവിടെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ ഇടിഞ്ഞ് കിടപ്പുണ്ട്. ഇപ്പൊ ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വല വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമല്ല, വല മറ്റേ വലയുടെ അടുത്തോട്ട് ഇങ്ങനെ പയ്യെ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഒരു ചേട്ടൻ്റെ ഈ കല്ലിൻ്റെ സൈഡിലൊക്കെ മീനുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഓടിച്ചു കൊണ്ടുപോകണം, ഇല്ലേ അതൊക്കെ കല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കും. അപ്പോൾ ഒരു മീൻ ഇപ്പം ഈ വലയുടെ മേളിൽ കൂടെ ചാടിപ്പോയായിരുന്നു. അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടുള്ളൊരു മീൻ പിടുത്തം. അപ്പം അവിടുന്ന് ഒരു ചേട്ടൻ തപ്പി പിടിച്ചിട്ടുണ്ട്. സൈഡിൽ പറ്റിയെന്ന്. അപ്പം ഇത്രയും പേര് കഷ്ടപ്പെട്ടുള്ളൊരു മീൻ പിടുത്തം. അപ്പം എല്ലാവരും രാവിലെ പണിക്ക് പോകുന്നത് ഇവരുടെ ജോലിയായിരുന്നു അല്ലേ? ഡെയിലി നിങ്ങൾ ഇതാണോ മീൻ പിടുത്താണോ? മീൻ പിടുത്തത്തിൻ്റെ ജോലി? ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെയുള്ള മീൻ പിടുത്തൊന്നും കണ്ട് ശീലം കാണത്തില്ല. ചൂണ്ടയിട്ട് പിടിക്കുന്നതൊക്കെ കണ്ടിട്ടുള്ളായിരിക്കും. അപ്പം ഇങ്ങനത്തെ മീൻ പിടുത്തമൊക്കെ ആണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവരിത് ഓപ്പോസിറ്റ് വല വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വല പയ്യതെ ഇങ്ങനെ വലിച്ചുകൊണ്ട് വരും. അപ്പം ഈ വലയുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇവർ ഏറ്റവും അടിയിലെ ഭാഗം ഒരാൾ 2-3 പേര് ചവിട്ടിപ്പിടിച്ചാണ് കൊണ്ടുവരില്ല.
അപ്പോൾ കാണുന്നവർ ഓർക്കും ഇവരിങ്ങനെ കൊണ്ടുവരുമ്പോൾ മീൻ ഇങ്ങനെ ചാടിപ്പോകും. മീൻ അങ്ങനെ പോകത്തില്ല, ഇവരുടെ അടിയിൽ ഇങ്ങനെ ഹോളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് മീനകത്തോട്ട് കയറുന്നത്. അപ്പം ദേ ദവടം വരെ നീളമുണ്ട്, ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ മീൻ അത്യാവശ്യം മീനുള്ളതൊക്കെ അങ്ങോട്ട് കയറിക്കോളും. ഈ ആൾക്കാരിങ്ങനെ വരുന്ന ഈ വെള്ളത്തിൻ്റെ ഓളമൊക്കെ കേട്ട് മീൻ ഉള്ളിലോട്ട് കയറി കേട്ടു. അപ്പോൾ നമ്മൾ അവിടെ രണ്ടുപേര് മീൻ പിടിക്കുന്നുണ്ടില്ലായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ മീൻ പിടുത്തവും. ഓപ്പോസിറ്റ് വല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വല ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ അത് ആ ഒരു രീതിയൊക്കെ തന്നെ ഇത്. അത് ട്രോളിങ്ങാ, ഇത് വെള്ളത്തിലിറങ്ങിയുള്ള പണി അല്ലേ? അതുപോലെ ഈ ചേട്ടന്മാർ തപ്പിപ്പിടിച്ച മീനാണ് ഈ കാണുന്നത്. അപ്പം അത് 3 പേര് ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്, 3 പേര് അങ്ങോട്ടും എടുക്കുന്നുണ്ട്. ഏത് വലയെല്ലാം മീനുള്ളതെന്ന് അറിയത്തില്ല. അല്ലേ, ഒരുപാട് പരലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വറുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനത്. പരലായി കിടക്കുന്നതൊക്കെ നോക്കി കാണാൻ പറ്റും. കുറുവ ഇതുണ്ട്. അപ്പം അവിടെ വല എടുക്കുന്നുണ്ട്, ഇവിടെ എടുക്കുന്നുണ്ട്. നമുക്ക് ഈ വല നോക്കാം. ഇവിടെ വല അവർ കയറ്റിയിട്ടുണ്ട്. നോക്കി കാണുന്നത് കുറുവയുണ്ട്, സിലോപ്പിയ, അതെ ഈ കിടക്കുന്ന സക്കർ. അതെ നോക്കി വെള്ളാമയുടെ കുഞ്ഞ് നോക്കി കാണാം. ഇന്നലെ ഒരു വരാനുണ്ട്, തൂളിയുണ്ട്, തൂളി വേണ്ട. പിന്നെ ഇങ്ങോട്ട് മീനുണ്ട്. അവിടെ ചേട്ടന്മാർ ഇത് വല എടുക്കുന്നുണ്ട്. അവിടെ ഇങ്ങോട്ട് നോക്കിയിട്ട് വരാം. മീൻ കുറവല്ലേ? സക്കറിനെ കാണാൻ കണ്ടത് സക്കർ ഇതാണ് സക്കർ. ഒരു ആ കാശിനുള്ളാത്തൊരു മീന. വലിയ കുളങ്ങളുണ്ടെങ്കിൽ അതിനകത്തിടാം. അതിനെ ഈ പാടത്തോട്ട് വിട്ടു. ഒരു വരാലുണ്ടായിരുന്നു എടുത്തല്ലേ? വരാലില്ല അത്ര തൂളി. അതാ വേറെ ആൾക്കാർ നിങ്ങളോടുള്ളതാ. എന്താ അവിടുത്തെ മീൻ പിടുത്തം അവർ വല എടുക്കുന്നുണ്ട്. വയമ്പുണ്ട്, പരലല്ലേ? ഇതണ്ട ഇതൊക്കെ മൊത്തം പരല് ചേട്ടൻ കോര് വലയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് പിടിക്കാനായിട്ട്. ഇതണ്ട അങ്ങോട്ട് പഠിക്കാൻ പറ്റും. ഇതൊക്കെ എടുക്കണോ? അത് വേണം.
ഇതേ പരല് കൊടുക്കണ്ടേ? ഇത് മറ്റേ നമ്മുടെ ഇതിനെ കോത്തിലാക്കി വരാനെ കിട്ടും ഓരോ കുപ്പിക്കകത്ത്. അത് പയ്യെ പൊക്കിയാൽ മറിക്കണം. ഇവിടെ ഉണ്ടേ ചെറിയവരെല്ലാം കൂടെ ഇല്ലല്ലോ. ചേട്ടാ പരലിനെ വിടാൻ പോണ കിറ്റ് എടുത്തിട്ടില്ല, ഞാൻ അതുകൊണ്ട് പോയത്. വെള്ളത്തിൽ നമുക്ക് ഇടത്താൻ നോക്കാൻ താഴെ ഇവിടുത്തെ മീൻ പിടുത്തം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവർ അവിടെ ഒരു വല വെച്ചിട്ടുണ്ട്. അവർ നേരത്തെ മീൻ പിടിച്ചു. അപ്പം അങ്ങോട്ട് പോയിട്ട് ആ മീനൊന്ന് കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മീനൊക്കെ ഇപ്പം വളരെ കുറവാണ് അല്ലേ ചേട്ടാ? ചേട്ടാ ആ വലയിൽ കിടക്കുന്ന മീൻ ഒന്ന് പൊക്കി ഇങ്ങനെ ഒന്ന് കാണിക്കാവോ? അപ്പം ഈ മീൻ അതിലോട്ട് ഇടാൻ പോവാം. അങ്ങോട്ട് വെക്കാം, ഇങ്ങോട്ട് വെക്കാം. നോക്കാം. അത് മാറ്റി ഇങ്ങോട്ട് എടുത്തൊന്ന് കാണിക്കാം. കറക്റ്റ് ഇനി പൊക്കി വന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം കിട്ടി. ഇതിൻ്റെ അകത്ത് വന്ന് ക്യാമറ ഇറക്കി. അതെ ഇത്ര മീനാണ് ഇവർക്ക് കിട്ടിയത്. കണ്ടോ നോക്കിയാൽ കാണാൻ പറ്റില്ലേ? അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചേട്ടാ ഞാൻ പോവാണോ? ചേട്ടൻ്റെ പേരെന്ത്? എൻ്റെ പേര് മണിയച്ഛൻ. മണിയച്ഛൻ. ചേട്ടൻ്റെ പേരെന്തോ? രമേശൻ. എന്നിട്ട് അവിടെ വല വെച്ചൊരു ചേട്ടനുണ്ട്. ചേട്ടാ പോവാണേ?